നമസ്കാരം. പ്രേക്ഷകർക്കേറിയ സുപരിചിതയാണ് നടൻ ബാലയുടെ മുൻ ഭാര്യയും ഡോക്ടറുമായ എലിസബത്ത് ഉദയൻ. അമൃതയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം ബാലയ്ക്ക് പങ്കാളിയായി വന്നത് എലിസബത്ത് ഉദയനായിരുന്നു. വിവാഹം പക്ഷേ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഒരു വർഷം മുമ്പ് എലിസബത്തുമായുള്ള ബന്ധവും ബാല അവസാനിപ്പിച്ചു. ശേഷമാണ് ബാലയുടെ മാമന്റെ മകളായ ഗോകുല നടന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാലയ്ക്കെതിരെ നിരവധി വിവാദങ്ങളാണ് എത്തുന്നത്. അമൃത സുരേഷ് ബാലയ്ക്കെതിരെ നടത്തിയ കേസും വിവാദങ്ങളും ചർച്ചയാവുകയാണ്. എന്നാൽ അതിനിടെ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എലിസബത്ത്. ആദ്യ ഭാര്യ അമൃത സുരേഷ് ബാലയ്ക്കെതിരെ രേഖകളിൽ കൃത്രിമം കാണിച്ചുവെന്ന് ആരോപിച്ച് കേസ് നൽകിയിരുന്നു. പിന്നാലെയാണ് എലിസബത്തും നടനിൽ നിന്നും താൻ നേരിടേണ്ടി വന്ന മാനസികവും ശാരീരികവുമായ ക്രൂരതകൾ ആദ്യമായി വെളിപ്പെടുത്തി രംഗത്തെത്തിയത്. ആദ്യമായി എലിസബത്ത് ആരോപണങ്ങളുമായി എത്തിയപ്പോൾ തന്നെ ബാല ആശുപത്രിയിൽ കിടന്നതും ലിവർ സർജറിയെക്കുറിച്ചുമെല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ എലിസബത്ത് സംസാരിച്ചതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഡോണറായ ജോസഫ്. ലക്ഷങ്ങൾ നൽകിയാണ് ബാല ഡോണറിനെ കൊണ്ടുവന്നത്. താൻ ലിവർ നൽകാൻ തയ്യാറായിട്ടും അനുവദിച്ചില്ല എന്നൊക്കെ എലിസബത്ത് ഉദയൻ പറഞ്ഞിരുന്നു. അതിനെതിരെയാണ് ജോസഫ് ഇപ്പോൾ രംഗത്തെത്തിയത്. എലിസബത്തിനെതിരെ ഡോണർ ജോസഫ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. നടൻ ബാലയ്ക്കെതിരെ മുൻ പങ്കാളി എലിസബത്ത് ഉദയൻ നടത്തിയ പരാമർശങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. ഭാര്യ ഇരിക്കെ മറ്റു പല സ്ത്രീകളുമായി ബന്ധമുണ്ട് എന്നതുൾപ്പെടെ കേരളത്തിൽ ഞെട്ടിച്ച പല കേസുകളിലും ബാലയ്ക്ക് ബന്ധമുള്ളതായി സംശയിക്കുന്നതായി വരെ എലിസബത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിനിടെയാണ് എലിസബത്തിന്റെ ചില വാക്കുകൾക്കെതിരെ ബാലയ്ക്ക് ലിവർ ഡൊണേറ്റ് ചെയ്ത് ജോസഫ് രംഗത്തെത്തിയത്. ലിവർ നൽകാൻ താൻ തയ്യാറായിട്ടും ബാല സ്വീകരിച്ചില്ല. ലക്ഷങ്ങൾ നൽകി ജോസഫിനെ കൊണ്ടുവന്നു എന്നതായിരുന്നു എലിസബത്ത് ഉദയൻ പറഞ്ഞത്. എന്നാൽ ആ പറച്ചിൽ തന്നെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ജോസഫ് രംഗത്തെത്തിയിരിക്കുന്നത്. ജോസഫിന്റെ വീഡിയോ ബാല തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്തു. ബാലചേട്ടന്റെയും എലിസബത്ത് ചേച്ചിയുടെയും പ്രശ്നത്തിൽ ഞാൻ ഇടപെടുന്നില്ല. അതിൽ ആരുടെ പക്ഷത്തിന് നിൽക്കാനും എനിക്ക് താല്പര്യമില്ല. പക്ഷെ എന്റെ പേരിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ചില വ്യക്തതകൾ നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജോസഫ് സംസാരിച്ചു തുടങ്ങുന്നത്. സർജറിക്ക് 10 ദിവസം മുൻപേ ഞാൻ ആശുപത്രിയിൽ എത്തിയിരുന്നു. പല ടെസ്റ്റുകളും ഫോർമാലിറ്റികളും കഴിഞ്ഞാൽ മാത്രമേ ലിവർ ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. അത് ഡോക്ടറായ എലിസബത്ത് ചേച്ചിക്കും അറിയാത്ത കാര്യങ്ങളല്ലല്ലോ. അന്നൊന്നും ബാലയ്ക്ക് ലിവർ കൊടുക്കാൻ താല്പര്യമുള്ളതായി ചേച്ചി എന്നോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിന്മാറിയേനെ. കാരണം അത്രയേറെ റിസ്ക്കുള്ള ശസ്ത്രക്രിയയായിരുന്നു അത്. 90% ബാലചേട്ടന്റെ അവസ്ഥ മോശമായിരുന്നു. ലിവർ ട്രാൻസ്ഫർ ഒട്ടും സേഫ് അല്ല. സ്വീകരിക്കുന്ന ആൾക്കും നൽകുന്ന ആൾക്കും അപകടമാണ്. എന്നിട്ടും ഞാൻ നൽകാൻ തയ്യാറായി. എന്റെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞ് ഞാൻ ലിവർ നൽകിയിട്ട് ഇപ്പോൾ ഞാൻ കൊടുത്തേനെ എന്ന് ചേച്ചി പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ എന്റെ ജീവൻ അപകടത്തിലാക്കിയത്? എന്തുകൊണ്ട് ചേച്ചി ഇത് അന്ന് പറഞ്ഞില്ല? മറ്റൊരു കാര്യം, ലക്ഷങ്ങൾ വാങ്ങിയാണ് ഞാൻ ലിവർ നൽകിയെന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഞാൻ വാങ്ങിയതായി പ്രൂഫ് ഉണ്ടെങ്കിൽ കാണിക്കണം. കാരണം ഞാൻ ലക്ഷങ്ങൾ വാങ്ങിയിട്ടില്ല. ബാലുചേട്ടൻ എനിക്ക് പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ലക്ഷങ്ങൾ വാങ്ങി ലിവർ നൽകിയെന്നത് സത്യമായ കാര്യമല്ല. ഇല്ലാത്തത് പറയരുതെന്നാണ് ജോസഫ് പറയുന്നത്. അതേസമയം എലിസബത്ത് നേരത്തെ ബാലയ്ക്കെതിരെ തുറന്നടിച്ചത് ഇങ്ങനെയായിരുന്നു. ഞാൻ അയാൾ തെറ്റായ മരുന്ന് നൽകിയെന്ന് പോലും പരോക്ഷമായി പറയുന്നു. അയാൾ ചെയ്യുന്നത് പോലെ ഞാൻ ആരുടെയും പേര് നേരിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ അത് തെറ്റാണെങ്കിൽ ഞാൻ ജയിലിൽ പോകാനും തയ്യാറാണ്, എലിസബത്ത് പറഞ്ഞു. പിന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ആരും വന്നില്ലെങ്കിൽ പ്രശ്നമില്ല. അയാൾ കരളിന് പണം നൽകിയെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് അതിന്റെ യുക്തി മനസ്സിലായില്ല. പണം നൽകിയുള്ള അവയവം മാറ്റിവെക്കൽ ശിക്ഷാർഹമാണ്. അതിനാൽ എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല. കൂടാതെ ഞാൻ കീപ്പാണെന്ന് പലതവണ പലരും കമന്റ് ചെയ്തു. വില കുറഞ്ഞ അത്തരത്തിലുള്ള ഒരു കീപ്പാണെങ്കിൽ അയാൾ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് വരുമ്പോൾ എന്തിനാണ് പോലീസ് അകമ്പടിയിൽ വരുന്നത്? എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ അവൾക്കായി ചായ കൊടുക്കുന്നത്? അവൾ ഒരു കീപ്പായിരുന്നെങ്കിൽ. പിന്നെ അയാളുടെ നേരിട്ടുള്ള കുടുംബാംഗങ്ങളിൽ ആരും ലിവർ ട്രാൻസ്പ്ലാന്റിൽ ഒപ്പിട്ടിട്ടില്ല. ഞാൻ ഒപ്പിടാൻ തയ്യാറായപ്പോൾ അവർ എന്നെ തടഞ്ഞു. അമ്മയുടെ സഹോദരിമാരെ അയച്ചു. സ്വന്തം മകനോ സഹോദരനോ അത്രയും മൂല്യമേ ഉള്ളൂ. ഇതിനുശേഷം എൻ്റെ FB പ്രൊഫൈൽ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ എൻ്റെ അക്കൗണ്ട് ഡിലീറ്റ് ആക്കില്ല. അത് അയാളുടെ ഭാഗത്തു നിന്നോ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഇല്ലാതാക്കിയാലായി. മുൻപ് എന്നെക്കുറിച്ച് മോശമായി പറഞ്ഞ സ്ത്രീകളുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ അവരുടെ പ്രൊഫൈൽ നോക്കി അവർ ഒരു രാഷ്ട്രീയ പാർട്ടി അംഗമാണ്. അവർക്ക് എന്തോ സ്ഥാനമുണ്ട്. അവർ ഇത്തരത്തിൽ കമന്റ് ഇടുകയാണ്. അതുകൊണ്ട് മാർക്കോ ഫിലിം പോലെ എൻ്റെ അവസാനമാണോ ഇതെന്ന് എനിക്ക് അറിയില്ല എന്നുമാണ് എലിസബത്ത് പറഞ്ഞിരുന്നത്. ഞങ്ങൾ കണ്ടുമുട്ടിയത് ഫേസ്ബുക്കിലൂടെയാണ്. എന്നോടൊപ്പം ആയിരിക്കുമ്പോൾ തന്നെ മറ്റുള്ള സ്ത്രീകളുമായി അയാൾ സംസാരിച്ചിരുന്നതിന്റെയും മെസ്സേജ് അയച്ചതിന്റെയും തെളിവുകൾ എൻ്റെ പക്കലുണ്ട്. ഇയാൾ എങ്ങനെ വീണ്ടും വിവാഹം കഴിച്ചുവെന്ന് എനിക്കറിയില്ല. എന്നെ അയാൾ താലിമാല അണിയിച്ചിരുന്നു. മാത്രമല്ല വിവാഹത്തിന് എല്ലാവരെയും ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. വിവാഹം നടന്ന് പോലീസിന്റെ സാന്നിധ്യത്തിലാണ്. അയാളും അയാളുടെ അമ്മയും എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് ഇപ്പോൾ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലെന്നാണ്. ജാതകപ്രകാരം 41 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂവെന്ന് ഉണ്ടെന്നും എന്നോട് പറഞ്ഞു. മെന്റലിയും ഫിസിക്കലിയും അയാൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. ഞാനും എൻ്റെ കുടുംബവും അയാളുടെ ഗുണ്ടകളെയും ഭീഷണികളെയും പേടിച്ചാണ് കഴിയുന്നത്. ഇനിയും ഇത് തുടർന്നാൽ വഞ്ചിച്ചതിനും ഉപദ്രവിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനും മറ്റുള്ള കാര്യങ്ങൾക്കും ഇയാൾക്കെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്യുമെന്നായിരുന്നു എലിസബത്ത് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് മുൻ ഭാര്യ രംഗത്തെത്തുന്നത്. ആദ്യ ഭാര്യ അമൃത സുരേഷ് ബാലയ്ക്കെതിരെ രേഖകളിൽ കൃത്രിമം കാണിച്ചുവെന്ന് ആരോപിച്ച് കേസ് നൽകിയിരുന്നു. പിന്നാലെ
പിന്നാലെയാണ് എലിസബത്തും നടനിൽ നിന്നും താൻ നേരിടേണ്ടി വന്ന മാനസികവും ശാരീരികവുമായ ക്രൂരതകൾ ആദ്യമായി വെളിപ്പെടുത്തി രംഗത്തെത്തിയത്. ബാലയ്ക്കെതിരെ കഴിഞ്ഞ ദിവസവും എലിസബത്ത് രംഗത്തെത്തിയിരുന്നു. ചെകുത്താനെ പോലീസിനെ കൊണ്ട് പീഡിപ്പിക്കാൻ വേണ്ടി പല മാർഗങ്ങൾ ആലോചിച്ചുവെന്നും ചിലപ്പോൾ പ്രതികാരം തീർക്കാൻ അത്തരം മാർഗങ്ങൾ തനിക്കെതിരെയും ബാല പ്രയോഗിച്ചേക്കാമെന്നും എലിസബത്ത് പറഞ്ഞിരുന്നു. ചെകുത്താന്റെ വീട്ടിൽ പോയി വരുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു കവർ ഉണ്ടായിരുന്നു. എന്താണ് അതിലെന്ന് എനിക്ക് അറിയില്ല. ഇയാൾ വക്കീലിനോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കവറിനുള്ളിൽ വല്ലതും വെച്ചിട്ട് ചെകുത്താൻ എന്ന അർജുൻ ചേട്ടനെ പെടുത്താനായിരുന്നു ശ്രമിച്ചത്. എന്നാൽ ഇത് കേട്ടപ്പോൾ തന്നെ ഞാൻ എതിർത്ത എനിക്ക് ഭ്രാന്താണെന്ന് വക്കീലിനോടും പറഞ്ഞു കൊടുത്തു. മോളെ റൂമിൽ പോയി ചെന്നിരിക്കി, ഇവൾ ഇന്ന് മരുന്ന് കഴിച്ചില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. വീട്ടിലെ പ്രായമായ സ്ത്രീകളെ ബെഡ്റൂമിലേക്ക് വിളിച്ചു കയറ്റി കതക് കടയ്ക്കും. കാര്യം ചോദിച്ചാൽ താൻ അമ്മയെ പോലെ കാണുന്ന ആളുകളാണെന്ന് പറയും. ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. അതേസമയം തോക്കിന്റെ വിഷയത്തിൽ അന്വേഷിക്കാൻ പോലീസുകാർ വീട്ടിൽ വന്നപ്പോൾ എന്നെ ലോക്ക് ചെയ്തിരുന്നു ഇയാൾ. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് കരുതിയാണ് ലോക്ക് ആക്കി വയ്ക്കുന്നത്. ഈ പ്രശ്നം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞാണ് ഞങ്ങൾ സെപ്പറേറ്റഡ് ആയത്. ഞങ്ങൾ ഏതാണ്ട് പിരിയുമെന്ന ബോധ്യം ഉള്ളതുകൊണ്ടാകണം ചെകുത്താന്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടി പോയതും കേസിൽ പെടുത്താൻ ശ്രമിച്ചതും. അതും എനിക്ക് സംശയമുണ്ട്. മിക്ക അഭിമുഖങ്ങളിലും എന്റെ ഭാര്യ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറയും. അതൊക്കെ ഒരു മറയാണ്. ഇയാളുടെ വീട്ടിൽ വരുന്ന ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ഇടയ്ക്ക് പോലീസ് പിടിച്ചിരുന്നു. സത്യത്തിൽ ഞാൻ ഇത് പറഞ്ഞത് എനിക്കും പേടിയുണ്ട്. ഇയാൾ വല്ല ഡ്രഗ്സും വെച്ച് എന്നെ പിടിപ്പിക്കുമോ എന്ന്. പുള്ളി ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതാണ്. അധികം വൈകാതെ അയാൾ പകരം വീട്ടും. ആരും ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ ആകും എനിക്ക് നേരെയുള്ള അറ്റാക്ക്. ഞാൻ വല്ല വണ്ടിയും ഇടിച്ച് മരിച്ചാൽ പോലും ആളുകൾ അറിയില്ല. പുറകിൽ ഇയാളാകും, എലിസബത്ത് പറയുന്നു. അതേസമയം തന്റെ സ്വത്തിന് വേണ്ടി ചില ആളുകൾ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബാല വ്യക്തമാക്കിയത്. എന്നാൽ ഇതിന് മറുപടിയുമായി എലിസബത്ത് എത്തിയിരുന്നു. സ്വത്ത് ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ ആദ്യമേ താൻ വിവാഹം രജിസ്റ്റർ ചെയ്യുമായിരുന്നില്ലേ എന്നാണ് എലിസബത്ത് ചോദിച്ചിരുന്നത്. ഇത് ഞാൻ വളരെ സന്തോഷത്തോടെ ചെയ്യുന്ന വീഡിയോ ആണ്. ചില കാര്യങ്ങൾ കണ്ടപ്പോൾ സന്തോഷമായി. ചെകുത്താൻ എന്ന പേരുള്ള അജുവും സുഹൃത്തും കാണാൻ വന്നിരുന്നു. ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഒരാൾ പോലും ഇറങ്ങിയിരുന്നില്ല. എന്നെ കാണാൻ വന്നു, എന്നോട് സംസാരിച്ചു. ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞാൻ ചില ആളുകളുടെ വീഡിയോ കൂടെ കണ്ടതിനാലാണ്. ആളുടെ 250 കോടി ലക്ഷ്യമിട്ട് നടത്തുന്ന 5 പേരുടെ മാസ്റ്റർ പ്ലാൻ ആണെന്നൊക്കെ കണ്ടു. എനിക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ഞാൻ രജിസ്റ്റർ ചെയ്യാതെ കൂടെ നിൽക്കില്ല. ഇത്രയും കാലം ഉണ്ടാതിരിക്കില്ല. അപ്പോഴേക്കും കേസൊക്കെ പഠിച്ച് എവിടെ കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 250 കോടി എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് സംശയമുണ്ട്. 2 കൊല്ലം മുമ്പുള്ള അഭിമുഖത്തിൽ 100 കോടിയുടെ സ്വത്തുണ്ടായിരുന്നു. അണ്ണാത്തി ഇറങ്ങിയപ്പോൾ 240 കോടി ബജറ്റുള്ള സിനിമ എന്ന് ട്രോളൊക്കെ വന്നപ്പോൾ സ്വന്തം സ്വത്ത് 250 കോടിയായി. പെട്ടെന്ന് 150 കോടി സ്വത്തിൽ കൂടി. അതൊന്നും എങ്ങനെയാണെന്ന് അറിയില്ലെന്നാണ് എലിസബത്ത് പറഞ്ഞിരുന്നത്.